ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാട് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ പുലർത്തിപ്പോരുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇതിനെ വക്രീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒട്ടേറെ ക്ഷുദ്രശക്തികൾ, തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒട്ടേറെ ആളുകൾ ഇന്ന് ഈ രാജ്യത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമാധാനം കാംക്ഷിക്കുന്ന മതമാണ്. ആരെയും കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇങ്ങോട്ട് വന്നാൽ വെറുതെ കൈകെട്ടി നോക്കിയിരിക്കുന്ന ശീലവും ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ ഇല്ല. അല്ലാതെ ഇന്ന് ഇവിടെ എന്തെല്ലാം വർഗീയതയാണ് RSS നിലനിർത്തിക്കൊണ്ട് പോരുന്നത് നമുക്കറിയാം. BJPയും സംഘി വാണങ്ങളും ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ കാഴ്ചപ്പാട് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇന്ത്യയിൽ മോദി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ അധികാരത്തിൽ വന്നതിനു ശേഷം RSSൻ്റെ ശൗര്യം കൂടുകയും BJP സംഘികൾ, ബജ്രംഗ് ദൾ പോലെയുള്ള ഈ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ വിരോധികളായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും അവർ ധാരാളം ആവശ്യമില്ലാത്ത അക്രമങ്ങളും ഭീതിയും അഴിച്ചുവിടുകയും ചെയ്തിട്ടും കേന്ദ്ര സർക്കാരോ ഇവിടെയുള്ള അതാത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കളോ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, വെള്ളേപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ ഇവിടെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു ജില്ലയെപ്പോലും അപമാനിച്ചിട്ട് ഇവിടെ ആരും, അധികാരികളാവട്ടെ മറ്റുള്ളവരാവട്ടെ, ആരും ഒരു ചെറുവിരൽ അനക്കിയതായി കണ്ടില്ല. ഇതുപോലെ ആരെല്ലാം, അതുപോലെ തന്നെ PC ജോർജ്, അയാളുടെ മകൻ ശശികല തുടങ്ങി ഒട്ടേറെ ആളുകൾ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മുസ്ലിം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ വളരെ ശക്തമായ രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചിട്ടും ഇവിടെ ഒരു ഭരണകർത്താക്കളും ഒന്നും വേണ്ടിയിട്ടില്ല. അവർക്കെല്ലാം മൗനമായ അനുവാദവും സപ്പോർട്ടും ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ആരെല്ലാം വിരോധം കാണിച്ചാലും, ആരെല്ലാം ഇസ്ലാമിനെതിരെ ശബ്ദിച്ചാലും ഇസ്ലാമിന് പരിപൂർണമായ ഒരു കാഴ്ചപ്പാടും നിലപാടുമുണ്ട്. ആ നിലപാടിനനുസരിച്ച് മുസ്ലിങ്ങൾ അവരുടെ ജീവിതം തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർക്ക് നേരെ വരുന്ന ഏത് വാണങ്ങളെയും അവർ വകവയ്ക്കുകയില്ല, വകവെച്ച ചരിത്രവുമില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും മുസ്ലിങ്ങളെ ഇസ്ലാമായതിൻ്റെ പേരിൽ, അവൻ മുസ്ലിം നാമധാരി ആയതിൻ്റെ പേരിൽ അവനെ തല്ലിക്കൊല്ലുകയോ അവനെ ബുദ്ധിമുട്ടിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ഞെരിക്കുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റേതായ അർത്ഥത്തിലുള്ള ഫലം ആ ചെയ്യുന്ന വ്യക്തികൾ ആരാണോ അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് കാലം കരുതി വെച്ച ഒരു നീതിശാസ്ത്രമാണ്. ആയതുകൊണ്ട് വർഗീയതകൾ അവസാനിപ്പിച്ച്, ഭിന്നതകൾ അവസാനിപ്പിച്ച് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും സിഖുകാരനും ബുദ്ധമതക്കാരനും മതമില്ലാത്തവനും യുക്തിവാദിയും എല്ലാം അധിവസിക്കാൻ ദൈവം തമ്പുരാൻ അരുളിയ ഒരു ഭൂമിയാണ് ഇത് എന്നും ഇവിടെ വസിക്കുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനാണ് നാം ശ്രമിക്കേണ്ടതും. നമുക്കറിയാം, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒരിക്കൽ നബിയും സഹാബത്തും കൂടി ഒരു സ്ഥലത്ത് ഇരിക്കുന്ന അവസരത്തിൽ മദീനയിലൂടെ ഒരു ജൂതൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് ഒരുപറ്റം ആളുകൾ പോയപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം അത് എഴുന്നേറ്റ് നിന്നു. പക്ഷെ ജൂതനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ആ മയ്യത്തിനോട് ആദരവ് കാണിച്ചു. ചുറ്റും കൂടിയ സഹാബത്ത് ചോദിച്ചു, അല്ല പ്രവാചകരെ, അങ്ങ് എഴുന്നേറ്റ് നിന്നല്ലോ, ആ പോയതൊരു ജൂതൻ്റെ മൃതദേഹമാണ്, അത് മുസ്ലിമിൻ്റേതല്ല, അത് ജൂതൻ്റെയാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ത്യപ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികൾക്ക് കൊടുത്ത പാഠം, അത് അവൻ ജൂതനാണെങ്കിലും അവനൊരു മനുഷ്യനല്ലേ എന്ന ആ ഒരു ചിന്താഗതിയാണ് അവിടെ അനുയായികൾക്ക് പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഒരു ജൂതനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മാനിക്കേണ്ടവനെ മാനിക്കുകയും സ്നേഹിക്കേണ്ടവനെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രവാചകൻ്റെ ചര്യകളും അള്ളാഹുവിൻ്റെ നിയമങ്ങളും ആണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അല്ലാതെയുള്ള കാര്യങ്ങൾക്ക് 2ാം സ്ഥാനമേ കൽപ്പിക്കൂ. 1ാം സ്ഥാനം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും
രണ്ടാം സ്ഥാനം പ്രവാചകൻ്റെ ചര്യയ്ക്കും നീക്കിവെക്കുന്നവരാണ് മുസ്ലിം സമൂഹം ഒന്നടങ്കം. ആയതുകൊണ്ട് വർഗീയത പരത്തുന്ന ആളുകൾ വർഗീയ വിഷവുമായി ദയവായി മുസ്ലിങ്ങൾ സമീപിക്കരുത്. അവർക്ക് ക്ഷമയുണ്ട്, ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത്. കാരണം നാം എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കേണ്ട സ്ഥലമാണ് ഈ കേരളം. അതുകൊണ്ട് കേരളത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സാഹോദര്യവും സ്നേഹവും മതേതരത്വവും എന്നും നിലനിർത്തിക്കൊണ്ടു പോകാൻ ബാധ്യസ്ഥരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ജൂതനും എല്ലാവരും ഒരു മനുഷ്യനാണ് എന്ന്, ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യരാണ് എന്ന ആ മനുഷ്യത്വത്തിലേക്ക് നാം മടങ്ങിപ്പോകണം. അല്ലാതെ കിരാതമായ വർഗീയ വിഷത്തിലേക്കും വർഗീയ വാണങ്ങളുടെ കുപ്രചരണങ്ങളിലേക്കും നാം ഒരിക്കലും മടങ്ങിപ്പോകരുതേ എന്നാണ് എനിക്ക് നിങ്ങളോട് കാണാപ്പുറത്തിൻ്റെ ബ്ലോഗിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ആയതുകൊണ്ട് നാം എല്ലാം ഒന്നായി മുന്നോട്ട് പോവുക. നമ്മുടെ ഐക്യവും നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നാം അത് കാത്തു സൂക്ഷിക്കുക. നാം എല്ലാവരും ഒന്നാണ്, രണ്ടല്ല. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും നാം പരസ്പരം കടിച്ചുകീറി നശിപ്പിക്കേണ്ടവരല്ല. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ കൊള്ളയടിച്ച് പോകുമ്പോൾ അവരിവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി അണിനിരുന്നത് മുസ്ലിം അണിനിരുന്നു, ഹിന്ദുവും അണിനിരുന്നു, ക്രിസ്ത്യാനിയും അണിനിരുന്നു. അപ്പോഴും അവരെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി RSSൻ്റെ ആൾക്കാർ, അഥവാ മഹാത്മജിയെ വെടിവെച്ച് കൊന്ന ആളുകളുടെ ഗ്രൂപ്പുകാർ ഇവിടെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്ത് പലരെയും തൂക്കുകയർ വാങ്ങിക്കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആയതുകൊണ്ട് അത്രയുള്ള ക്ഷുദ്രശക്തികളെ നാം അകറ്റി നിർത്തിക്കൊണ്ട് മതത്തിൽ ഏത് മതം സ്വീകരിക്കുന്നവനെയും നാം ചേർത്ത് പിടിക്കുക, ഒന്നായി നിൽക്കുക. നമുക്ക് പുരോഗതി എപ്പോഴും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.